ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗാണ്. ഇതൊരു കൊച്ചു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് കന്യാകുമാരിയിൽ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയതാണ്. എൻ്റെ ലാസ്റ്റ് അനിയൻ്റെ 25th ആനിവേഴ്സറി, വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാം അമ്പലത്തിൽ കൂടി പോയിട്ട് അവിടെയും കൂടി പോയിട്ട് വന്നതാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം കന്യാകുമാരിയിൽ പോകാറുണ്ടായിരുന്നു. എൻ്റെ ഹോം ടൗൺ നാഗർകോവിലായതുകൊണ്ട് എൻ്റെ അച്ഛൻ എല്ലാ പൗർണമി ദിവസങ്ങളിലും ഞങ്ങളെ അവിടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനത്തെ ഉള്ള ഒരു ഹരിബരി ഒന്നും ഇല്ല, ഇത്ര തിരക്കുമില്ല. നമുക്ക് കടലിലൊക്കെ കാൽ നനയ്ക്കുകയൊക്കെ നല്ലപോലെ ചെയ്യാം. ബീച്ച് നല്ല രീതിയിൽ നിന്നുള്ള ബീച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം കെട്ടിയടച്ച് നമുക്ക് കാൽ നനയ്ക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കംപ്ലീറ്റ് കമേർഷ്യൽ സെൻറ്റർ ആയിപ്പോയി. ടൂറിസ്റ്റുകളുടെ ബഹളമാണ്. ആദ്യം വിവേകാനന്ദർ റാക്കാണ് ഉണ്ടായത്. അതിനുശേഷം തിരുവള്ളുവർ സ്റ്റാച്യു ഉണ്ടായി. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. വിവേകാനന്ദർ റാക്കും തിരുവള്ളുവർ സ്റ്റാച്യുവും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് വിവേകാനന്ദർ റാക്കിലേക്കുള്ള ബോട്ടിലാണ്. അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പോകുന്നത് പോലെ തന്നെ വലിയവർക്ക് 75 റുപ്പീസ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സെയിം ബോട്ടിലാണ് വിവേകാനന്ദർ റാക്കിൽ പോയിട്ട് അവിടെ ഇരുന്ന് വാക്കബിളായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കൂടെ നടന്നു പോയിട്ട് നമുക്ക് തിരുവള്ളുവർ റാക്കിലേക്ക് എത്തേണ്ടത്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഓരോരോ ബോട്ടിലായിട്ട് അവർ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട്. അവിടെ വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടായിരുന്നു. 300 രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്. അത് ക്യൂ മാത്രമാണ് വേറെ ഉള്ളത്. കയറുന്നതെല്ലാം നമ്മൾ ഒരേ ബോട്ടിലാണ്. 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും 75 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും എല്ലാം ഒരേ ബോട്ടിലാണ് നമ്മൾ കയറേണ്ടത്. ആ വെയിറ്റിംഗ് ഷെഡിലിരുന്ന് വരുമ്പം നമ്മളെല്ലാം മിക്സായി പോകും. ഞങ്ങളും ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഷെഡിലേക്ക് വെയിറ്റ് ചെയ്ത ശേഷം ഞങ്ങളെയും ബോട്ടിലേക്ക് കയറ്റി. ബോട്ട് നല്ല അലച്ചിലുണ്ടായിരുന്നു. അല്ലാതെ തന്നെ കന്യാകുമാരിയിൽ എപ്പോഴും വേവ്സിൻ്റെ ഒരു കാഠിന്യമുണ്ട്. പെട്ടെന്നൊന്നും നമുക്ക് അവിടെ കാൽ നനയ്ക്കാനും കുളിക്കാനും ഒന്നും പറ്റില്ല. ബോട്ടിൽ കയറുമ്പം തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. അവിടെ 2 സ്ഥലത്തിലായിട്ട് ഒരുപാട് ലൈഫ് ജാക്കറ്റ് വച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ട് അത് ബോട്ടിലേക്ക് ഇട്ടിട്ട് ബോട്ടിലേക്ക് കയറണം. ബോട്ട് പെട്ടെന്ന് തന്നെ ഫുള്ളായി. ഉടൻ തന്നെ അവർ ബോട്ട് എടുത്തു. ബോട്ട് അവിടെയും ഇവിടെയുമായിട്ട് നല്ല അലച്ചിലായിരുന്നു. നല്ല വേവ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും അത് നല്ലൊരു രസമുള്ള ഒരു ജേണി ആയിരുന്നു, ബോട്ട് ട്രിപ്പായിരുന്നു. അവിടെ നിന്ന് തന്നെ വിവേകാനന്ദർ റാക്കും ഗ്ലാസ് ബ്രിഡ്ജും തിരുവള്ളുവർ സ്റ്റാച്യുവും നമുക്ക് കാണാൻ പറ്റി. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഡിസംബർ 2024 ഓപ്പൺ ചെയ്തത്. ഇത് 10 മീറ്റർ വീതിയും 77 മീറ്റേഴ്സ് നീളവുമാണ് ഉള്ളത്. കംപ്ലീറ്റ് വാക്കബിളാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാനായിട്ട് 37 കോടിയാണ് ചിലവായത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ത്രൂ സീ എന്നാണ് അറിയപ്പെടുന്നത്.
അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ റാക്കിലെത്തി. അവിടെ ചെന്നിട്ട് നമ്മൾ ചപ്പൽസൊക്കെ ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് വേണം പാറയുടെ പുറത്ത് കയറാനായിട്ട്. പണ്ടൊരു കാലത്ത് 1892 വിവേകാനന്ദർ കന്യാകുമാരിയിൽ വന്നിട്ട് ഈ പാറ കണ്ടിട്ട് ഇവിടെ പോകണമെന്ന് അവിടെ ഉള്ള ഒരു ഫിഷർമാനോട് ചോദിച്ചെന്ന്. എന്നെ ബോട്ടിൽ അവിടേക്ക് കടത്തി വിടാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു അണ ചോദിച്ചെന്ന്. പണ്ടത്തെ ഇതാണ്, കറൻസിയാണ് അണ. അപ്പോൾ വിവേകാനന്ദൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നീന്തി പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് നീന്തി ഈ പാറയിൽ വന്നിട്ട് തപസ് ചെയ്തതാണ് ഇത് വിവേകാനന്ദ റാക്കായിട്ട് അത് പേരെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ടും വി ഗിരി പ്രസിഡൻ്റായിട്ടും ഇരുന്ന കാലത്താണ് 1970 സെപ്റ്റംബർ 2 ഇത് ഉദ്ഘാടനം ചെയ്തത്. 54-55 കൊല്ലമായിട്ടും അവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുനാമി വന്നിട്ട് പോലും ഇതിന് ഒരു കേടുപാടും വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ലതായിട്ടുണ്ട്. ഞാൻ ചെറുതിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അവിടെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ തുടങ്ങി. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. 2 സൈഡിലും റെഡ് കാർപ്പറ്റ് പോലെ അവർ വിരിച്ചിരുന്നു. നടുക്കാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നത്. അവിടെ കൂടി കാണുമ്പം നമുക്ക് അടിയിൽ കടലിൻ്റെ തിരമാലകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. നല്ല നട്ടുച്ചയാണ് ഞങ്ങൾ പോയത്. ആ സൂര്യൻ്റെ കിരണങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നതും അവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. നല്ല കാറ്റും നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ നല്ല കടൽ കാറ്റും ഉണ്ടായിരുന്നു. നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഈ പൊള്ളുന്ന വെയിലിൽ ഗ്ലാസ്സിൽ കാല് വെച്ചാൽ നല്ലതുപോലെ നമുക്ക് ചൂട് അനുഭവപ്പെടുമെന്നാണ്. പക്ഷേ ഒട്ടും തന്നെ ഗ്ലാസ് ചൂട് അനുഭവപ്പെട്ടില്ല.
അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലിരുന്ന് നമ്മൾ നേരെ കയറുന്നത് തിരുവള്ളുവർ സ്റ്റാച്യുവിൻ്റെ സ്റ്റെപ്പിലേക്കാണ്. ഇതിങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് നമുക്ക് കയറാനുണ്ട്. ഇങ്ങനെ ചുറ്റി സ്റ്റാച്യൂയുടെ ചുറ്റുമാണ് സ്റ്റെപ്പ് വരുന്നത്. ഇതിൽ ഓരോരോ ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാനും പറ്റുന്നുണ്ട്. ഈ തിരുവള്ളുവർ സ്റ്റാച്യു 2000 ജാനുവരി 1 ഓപ്പൺ ചെയ്തത്. ഇത് 133 അടി പൊക്കമാണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് കല്ലുകൊണ്ടും കോൺക്രീറ്റ് കൊണ്ടുമാണ് പണിതിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പടികളൊക്കെ കയറി നേരെ എത്തുന്നത് തിരുവള്ളുവർ സ്റ്റാച്യൂയുടെ ബാക്കിലേക്കാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് തിരുവള്ളുവർ സ്റ്റാച്യൂയുടെ ഫ്രണ്ടിലേക്ക് ചുറ്റി വരാം. ഈ കന്യാകുമാരി കടലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 3 ഓഷൻസ് ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യൻ ഓഷൻ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ 3ഉം കൂടി ഒന്നിച്ച് ചേരുന്നത് കൊണ്ട് തന്നെ ഇത് ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ഇവിടെ കുളിച്ചാൽ നമുക്ക് പാപങ്ങൾ പോവും. ഒരു പുണ്യതീർത്ഥമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുവള്ളുവർ സ്റ്റാച്യൂയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഫുൾ കാഴ്ചകളും കണ്ടു. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നല്ല ചുറ്റും നമ്മൾ കടലിൻ്റെ നടുക്കാണല്ലോ നിൽക്കുന്നത്. ചുറ്റും കാണാനും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു കാണേണ്ട ഒരു സ്ഥലവുമാണിത്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചും അതുപോലെ തന്നെ ബോട്ടിൽ കയറി ഞങ്ങൾ നാഗർകോവിലിലേക്ക് എത്തി. ഞങ്ങൾ ആരും തന്നെ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വരുന്ന റൂട്ടിൽ തന്നെ നാഗർകോവിലിൽ തൊപ്പിവാപ്പ ബിരിയാണി ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ട്. അവിടേക്ക് പോയി. അവിടെ നല്ല ഫുഡായിരുന്നു. എൻ്റെ അനിയനും ഫാമിലിയും അവിടെ നേരത്തെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അവർ അവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. Thanks for watching.